എടാ എന്തിനാടാ പെണ്ണുണ്ടായാലും ജീവിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് പെണ്ണ് വേണ്ട. എടാ എന്നെ അവൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവക്ക് പോയി. ഈ സ്പിരിറ്റാണ് നമുക്ക് വേണ്ടത്. എനിക്കോ സങ്കടമോ? നീ എന്ന് വെച്ചേ സങ്കടപ്പെടാ. ഞാനൊരു അൽഫാം മേടിച്ചാൽ കഴിക്കും, അത്രേ ഉള്ളൂ. അല്ല പിന്നെ വേണ്ടെന്ന് വിചാരിക്കുമ്പോ കളിക്കാൻ നീ ഇപ്പോ എന്ത് ന്യായീകരണമായിട്ട് എന്ത് ഇതായിട്ട് വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ മേഘ കാണിച്ചത് തൊട്ടിത്തരമാണ്. അത് അപ്പൊ തോന്നിയ ഒരു ബുദ്ധിയാ. ബുദ്ധിയല്ല, തെമ്മാടിത്തരം. ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം. ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ. നമ്മൾ വിചാരിച്ചോ നല്ല ഊളി. നിങ്ങളെങ്ങനെ വിചാരിച്ചു? ഞാൻ വിചാരിച്ചു നല്ലൊരു പെൺകുട്ടിയാണ്. വേറൊന്നുമല്ല, ഒളിച്ചോടു അല്ലെങ്കിൽ ഒളിച്ചോടണം എന്നുള്ളൊരു പ്രോസസ്സിലോട്ട് പോയതിൽ എനിക്കൊരു യോജിപ്പുമില്ല. നിയമപരമായിട്ട് വേർപിരിയാമായിരുന്നു. ഓക്കെ, അതിലൊരു അന്തസ്സുണ്ട്, ഒരു ക്വാളിറ്റി ഉണ്ട്. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. പോലീസുകാർ പലതവണയും ഇവരടുത്ത് ചോദിച്ചു, അഖില എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ? ഇവിടെ അമ്മയും അച്ഛനും ആ സമയത്ത് അവിടെ പോലീസ് സ്റ്റേഷനിലുണ്ട്. അവരും ചോദിച്ചു, അഖിലിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ, എന്താ നിന്റെ പ്രശ്നം? ഇവൾക്ക് ഒരു രീതിയിലും മറുപടി പറയുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ പിള്ളേരൊക്കെ എങ്ങനെയാ, ജീവനുമില്ല സ്നേഹിക്കുന്ന ചെക്കന്മാരുണ്ടാവും. എന്നിട്ട് അവരെയൊക്കെ വിട്ടിട്ട് ഇതുപോലത്തെ ഉടായ്പന്മാരെ കാണുമ്പോ അവരുടെ പുറകെ പോക്കോളും. പോലീസ് പിന്നെയും ചോദിച്ചു, ഇപ്പം ഇറങ്ങിപ്പോയേക്കുന്നവന്റെ കൂടെ പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതം കോഞ്ഞാട്ടായി പോകത്തതേ ഉള്ളൂ, അഖിലിന്റെ കൂടെ തിരിച്ചു പോകാൻ. ഇവള് കേട്ടില്ല. ഇവിടെ മറുപടി, എനിക്ക് അഖിലിനെ വേണ്ട, എനിക്ക് ഇവന്റെ കൂടെ പോയാൽ മതി എന്നുള്ളത്. ഒരു കാലത്ത് നീ ഗുണം പിടിക്കില്ലടി. നിന്റെ എല്ലാ വിശേഷങ്ങളും അറിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുള്ളൂ. ഒന്ന് ആലോചിക്കണം, 3 കൊല്ലം പ്രേമിച്ചവരാണ്, സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. അറേഞ്ച്ഡ് മാരേജ് ആണ്. ആ ഒരു മാരേജിൽ തൃപ്തരല്ലായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് അവന്റെ കരിയറിന്റെ ഏറ്റവും പീക്കിൽ നിൽക്കുകയാണ്. റീൽസ് വഴി ജീവിതം സ്റ്റാർട്ട് ചെയ്തു, കഷ്ടപ്പെട്ട് ഒരു ഫെയിമിലോട്ട് എത്തി, അത് പിന്നെ സിനിമയിലോട്ട് കയറി. ആ സിനിമ ഫ്ലോപ്പായി, അത് വേറെ കാര്യം. അതിന്റെ ഒരു വിഷമം ആ പയ്യന്റെ ലൈഫിലുണ്ട്. പക്ഷെ അതിനെക്കാളും വലിയൊരു വിഷമാണ് ഈ നായിന്റെ മുളിപ്പ് കൊടുത്തിട്ട് പോയേക്കുന്നത്. ഇവനെയൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ കുനിച്ചു നിർത്തി മുള അരച്ച് തേച്ച് ചൂറിന് ചൂടാക്കി നല്ല 10 പേടങ്ങി പടയ്ക്കണം. അവന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലൊരു തുലയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി, തന്തയില്ലായ്മ. ഇവൻ എവിടൊക്കെ പോകുന്നുണ്ടോ അവിടെ എല്ലാം ഈ പെണ്ണിനെ കൂട്ടി പോകാറുണ്ട്. നിന്റെ വഴി അല്പം വളഞ്ഞുപോയി, നീ കാണിച്ച് വിവരക്കേടാ. ഈ ഒളിച്ചോടുന്നതിന്റെ തലേന്ന് വരെ ഇവളെ കൊണ്ടുപോയി 10,000-8,000 രൂപയ്ക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുത്തിട്ടാണ് വീട്ടിൽ വരുന്നത്. പോയാൽ എന്തായാലും പോയി, നീ കയറും വിട്ട്, പിന്നെ അതിനെ പറ്റി പറഞ്ഞിട്ട് എന്താണ് നമുക്ക് ഫലം?